സിനിമാ നയരൂപീകരണത്തിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിന് തുടക്കമായി. നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. രാസലഹരിയും അക്രമവും കുത്തിനിറയ്ക്കുന്ന സിനിമകൾ വർദ്ധിക്കുന്നുവെന്ന വിമർശനം സിനിമാ പ്രവർത്തകർ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സിനിമാ നയം രൂപീകരിക്കുന്നതിനായി 2 ദിവസത്തെ കോൺക്ലേവിനാണ് തിരുവനന്തപുരത്ത് തുടക്കമായത്. 10 സെഷനുകളിലായി സിനിമാ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. നടി നവ്യ നായർ നൽകിയ ക്ലാപ്പ് ബോർഡ് അടിച്ചാണ് മുഖ്യമന്ത്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. ഈഗോ മാറ്റിവെച്ച് പ്രശ്നപരിഹാരത്തിനായി എല്ലാവരും ശ്രമിക്കണമെന്ന് മുഖ്യമന്ത്രി. ചലച്ചിത്ര രംഗത്ത് ധാരാളം സംഘടനകൾ ഇപ്പോഴുണ്ട്. സ്വാഭാവികമായും നേതൃതല മത്സരങ്ങളും ഉണ്ടാവും. ഈ ഇൻഡസ്ട്രി നിലനിന്നാലേ തങ്ങളുള്ളൂ എന്ന ബോധത്തോടെ ഈഗോ മാറ്റിവെച്ച് പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി എല്ലാവരും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നടൻ മോഹൻലാൽ കോൺക്ലേവിൽ മുഖ്യാതിഥിയായി. സിനിമാ നയം ചലച്ചിത്ര മേഖലയിലെ തൊഴിലാളികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മോഹൻലാൽ പറഞ്ഞു. ചലച്ചിത്ര മേഖല അഭിനേതാക്കൾ, സാങ്കേതിക പ്രവർത്തകർ, എഴുത്തുകാർ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, തിയേറ്റർ ഉടമകൾ എന്നിവർ ഉൾപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ്. മലയാള ചലച്ചിത്ര മേഖലയുടെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ അപഗ്രഥിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചലച്ചിത്ര നയത്തിന് ഈ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ചലച്ചിത്ര മേഖലയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയും. ചലച്ചിത്ര മേഖല ഒട്ടനവധി അടിസ്ഥാന വർഗ തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ്. അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാകും കേരളത്തിൻ്റെ സിനിമാ നയം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മലയാള സിനിമയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ നീതി എന്നീ മേഖലകളിലെല്ലാം കേരളം മറ്റ് സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ്. സംസ്ഥാന ചലച്ചിത്ര നയ രൂപീകരണത്തിലൂടെ കൾച്ചറൽ ഗവേണൻസിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം നടക്കുന്ന കോൺക്ലേവിലെ സെഷനുകളിൽ ഈ വിഷയങ്ങളും ചർച്ചയായേക്കും. ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ സിനിമാ നയത്തിന്റെ കരട് റിപ്പോർട്ടിൽ ഇല്ലെന്ന് നടി പത്മപ്രിയ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിഷയം വീണ്ടും കോൺക്ലേവിൽ ഉയരുമെന്നാണ് വിവരം. ജനം, തിരുവനന്തപുരം.